സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുരിതവും ഏറുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് വിവരം. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മാവുങ്കാലിൽ റോഡരികിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് കല്ല് തെറിച്ചു വീണു. സ്കൂട്ടർ യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം CH നഗറിൽ വീടുകളിൽ വെള്ളം കയറി. പയ്യന്നൂർ പെരിന്തട്ടയിൽ വീട് തകർന്നു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്നും, ഒപ്പം കണ്ണൂരിൽ നജീഷ് ജയകുമാർ, ശ്രീകുമാരൻ തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം മേഘനയിലേക്ക്. മേഘന, അങ്ങനെ സംസ്ഥാനത്ത് കാലവർഷം എത്തി. ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടു. വലിയ രീതിയിൽ മഴക്കെടുതി പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ അലേർട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടോ? പ്രവിധ മധ്യ വടക്കൻ കേരളത്തിൽ അതിശക്തമായ അതിതീവ്രമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇപ്പോൾ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് മഴയൊന്നും കുറഞ്ഞു നിൽക്കുന്നത് യെല്ലോ അലർട്ട് ഉള്ളത്. അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയും ചെയ്യുന്നത് ഈ മാസം 8-ാം തീയതി വരെ വടക്കൻ മധ്യ കേരളത്തിൽ അതിതീവ്രമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുകയും ചെയ്യുന്നത് വടക്കൻ കേരളത്തിനും അതുപോലെ തന്നെ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വടക്കൻ മധ്യ കേരളത്തിൽ ഈ റെഡ് അലർട്ട് വരികയും അതിതീവ്രമായ മഴ പെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വേണം. ഇടിമിന്നലുണ്ടായേക്കാം. അതുപോലെ തന്നെ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ പൊതുവെ മഴയൊന്ന് മാറി നിൽക്കുന്നു. പക്ഷേ വടക്കൻ മധ്യ കേരളത്തിലാണ് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.